Lord, hallelujah. എന്റെ വോയിസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. താങ്ക് യു സോ മച്ച്. പ്രൈസ് ലോർഡ്. ആമേൻ. വിനിലന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനാ. വിണ്ണിലന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനാ. വേല തീർത്തൻ നാൾകൾ തീർത്ത് വേല ചെയ്തൻ നാൾകൾ തീർത്ത് വീട്ടിൽ ചെല്ലും ഞാൻ ഒടുവിൽ. ഒരുമിച്ചൊന്ന് പറയാമോ? വേല ചെയ്തൻ നാൾകൾ തീർത്തു വേല ചെയ്തൻ നാൾകൾ തീർത്ത് വീട്ടിൽ ചെല്ലും ഞാൻ ഒടുവിൽ. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ചേർപ്പാൻ വേഗം വരുന്ന യേശുനാഥന്റെ നാമത്തിൽ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സഭയ്ക്കും ഹല്ലേലൂയ പ്രിയ വന്നിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം മിഷൻ ഫീൽഡിൽ നിന്ന് അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ എബനേസർ മലയാളി ഫെലോഷിപ്പ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മീറ്റിങ്ങിനായി ഞാൻ കർത്താവിന് നന്ദി അറിയിച്ചിരുന്നു. ഇതിനായി കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ നന്ദി അറിയിച്ചിരുന്നു കർത്താവിനെ. അതിനോടൊപ്പം സിസ്റ്റർ ദേവദാസി, കർത്തദാസി, ഫേബ, ദേവദാസൻ സഭ എല്ലാ ഭാരവാഹികളും, ലേഡീസ് വിങ്ങിന്റെ എല്ലാ ഭാരവാഹികൾക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ജനം ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭമോ എത്ര സന്തോഷമാണ് അല്ലേ? പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ ചില പേരുകൾ നോക്കിയപ്പോ ചില നോർത്ത് ഇന്ത്യൻ സ്ഥലത്തു നിന്നൊക്കെ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. വളരെ സന്തോഷം തോന്നി. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ആത്മാവിലൊന്ന് ബലപ്പെട്ട് ഹല്ലേലൂയ. ചില സമയത്ത് നമ്മള് ഫീൽഡിലായിരിക്കുമ്പോൾ ചില വണ്ടികളൊക്കെ ഒത്തിരി ഓടി കഴിയുമ്പോൾ എന്താ ചെയ്യും? ഒന്ന് റെഡിയാക്കാൻ ഗരാജിലോട്ട് കൊണ്ടുവരും അല്ലേ? അതിന് എവിടൊക്കെയാണ് കാര്യങ്ങളൊക്കെ ലൂസ് ആയിരിക്കുന്നത് ടൈറ്റ് ആക്കാൻ, ഒന്ന് ബലപ്പെടാൻ ഒക്കെയൊക്കെ ഗരാജ് കേട്ടുന്ന പോലെ ഇത് വളരെ ബ്ലെസ്ഡ് ആയ ഒരു എന്താ പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് കർത്താവിന്റെ ദാസനും ദാസിയും സഭയും എടുത്തിരിക്കിയാൽ ഞാൻ കർത്താവിന് നന്ദി കയറിയിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ. പ്രിയ കർത്തൃദാസി പറഞ്ഞതുപോലെ ശരിയാണ്. ഒരു 1.5 വർഷം മുമ്പ് ഇതുപോലെ ദേവദാസി എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. പിന്നെ ഇവിടെ വരാനും ഒക്കെ പപ്പയും എന്റെ പിതാവും പറഞ്ഞു ഇങ്ങനെ കർത്തൃദാസൻ ദാസി ഇവിടെ വന്നായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഇന്ന് ഇതുപോലെ സൂമിലൊന്ന് കാണാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എത്ര നല്ലവൻ. ഇന്ന് എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? ആ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി നമ്മുടെ കർത്താവിന് ഒരു നന്ദി ഉറക്കെ ഒച്ചത്തില് ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നോണ്ടാണ് നമ്മൾ ഇന്നിവിടെ വരാൻ പറ്റിയത്. കർത്താവിന്റെ ശരീരം എവിടെ ഉണ്ടോ അവിടെ ശിരസായ ക്രിസ്തു വന്നിരിക്കും. ഓക്കെ. ഹല്ലേലൂയ. എവിടെ ശരീരം കൂടുമോ ശരീരത്തിനും ശിരസിനും സെപ്പറേറ്റ് ആയിരിക്കാൻ പറ്റത്തില്ല. എവിടെ ശരീരമുണ്ടോ അവിടെ ശിരസ് വന്നിരിക്കും. അങ്ങനെയെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് ഇത് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്ന്? ഹല്ലേലൂയ. നമ്മളെ കേൾക്കാൻ, നമ്മളെ അനുഭവിക്കുവാൻ, നമ്മുടെ ആരാധന സ്വീകരിക്കുവാൻ, നമ്മുടെ സ്തുതികളെ സ്വീകരിക്കുവാൻ കർത്താവ് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വളരെ അഭിഷേകത്തോടെ നമ്മുടെ ഇടയിൽ ആരാധന നയിച്ച ആ പ്രിയ മകൾക്കായി ഞാൻ കർത്താവിന് നന്ദി അറിയിച്ചിരുന്നു. പ്രിയ മകളുടെ ഭാവിയെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ കുഞ്ഞിനെയും അവരുടെ കുടുംബജീവിതത്തെ ഒക്കെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി കർത്താവ് മാറ്റി തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് കർത്താവ് എനിക്ക് തന്ന ആലോചനയിലോട്ട് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് അതിന്ന് ഒരുമിച്ചൊന്ന് വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിച്ചാൽ വളരെ നന്ദി. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം.
മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 14 വാക്യം. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ ജോമോൾ സിസ്റ്റർ താങ്ക് യു. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാമോ? ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചാൽ. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച വചനത്തെ ഒന്ന് നോക്കുവാണെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് ശാന്തമായി നമ്മളെ ഓരോരുത്തരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ അവസ്ഥകളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ പുരുഷാരത്തെ കണ്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കണ്ടു. പ്രൈസ് ഗോഡ്. നമ്മളെ കാണുന്ന ഒരു കർത്താവിന്റെ സന്നിധാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആമേൻ. നമ്മളെ കാണുന്ന ഒരു അപ്പന്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെ കാണുന്ന എൻ്റെ പ്രിയ സഹോദരിമാരെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കൂടെ ഈ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന ദേവദാസിമാരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ നന്നായി കാണുന്ന കർത്താവ് അപ്പച്ചന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കാണേണ്ടവർ കാണാതിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാണേണ്ടവർ സൈഡ് മാറി പോകുമ്പോൾ കർത്താവ് പറയുന്നു, കുഞ്ഞെ, ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്, ഞാൻ നിന്റെ അവസ്ഥ അറിഞ്ഞിരിക്കുകയാണ്, ഞാൻ നീ നടക്കുന്ന ഓരോ പാതകളും നീ ഹൃദയത്തിൽ കൊണ്ട് വലിക്കുന്ന ഓരോ വേദനകളും ഓരോ അവസ്ഥകളും ഞാൻ അറിയും. നല്ല പിതാവിന് കരങ്ങൾ ഉയർത്തി ഒന്ന് നന്ദി കരയിട്ടിക്കേ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എന്നെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, എന്നെ കാണുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിന്റെ ഓരോ തുള്ളികള് കാണുന്ന ദൈവം, എപ്പോഴൊക്കെ നമ്മൾ കരയുന്നോ നമ്മളെ അറിയുന്ന ദൈവം. ആമേൻ. പുരുഷാരത്തെ കണ്ടു. ആമേൻ. ഇന്ന് ഒരു പുതിയ ബലം പ്രാപിച്ചിട്ട് വേണം ഈ മീറ്റിംഗ് നിങ്ങൾ ലീവ് ചെയ്യാൻ. ആമേൻ. എന്തു വന്നോട്ടെ, എന്നെ കാണുന്നവൻ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഹാഗാർ പറഞ്ഞെന്തുവാ പറഞ്ഞായിരുന്നല്ലോ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നു. എൽ റോഹി. ഹല്ലേലൂയ. എൽ റോഹി. എബ്രഹാം കാണുമെന്ന് അവൾ വിചാരിച്ചു. സാറ കാണുമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അവളെ ഉണ്ടാക്കിയവൻ, അവളെ മെനഞ്ഞവൻ, ഹല്ലേലൂയ, അവളെ കണ്ടുകൊണ്ട് തന്നെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാരംഭ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു, കുഞ്ഞെ, ഞാൻ നിന്നെ കാണുന്നു. എന്റെ പൊന്നുമോളെ, ഞാൻ നിന്നെ കാണുന്നു. നിന്റെ അവസ്ഥകൾ അറിയുന്നു, നിന്റെ കണ്ണുനീര് കാണുന്നു. നീ എൻകൗണ്ടർ ചെയ്യുന്ന ആ വിഷയത്തിന് മേൽ ഞാൻ എന്റെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം ഫാദർ. താങ്ക് യു. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, പുരുഷാരത്തെ കണ്ടു, അവരോട് മനസ്സലിഞ്ഞു. നോക്കിക്കേ, കർത്താവിന്റെ ദൃഷ്ടി പതിയുന്നവരുടെ മേലെല്ലാം ചിന്തിച്ചോണം, കർത്താവ് മനസ്സലിയും. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. പറഞ്ഞു നമ്മളെ എപ്പോഴും നമ്മൾ ചെയ്ത പാപത്തെ ഇങ്ങനെ കുറ്റബോധം തന്ന് എന്തോ ചെയ്യും, നമ്മുടെ ഹൃദയത്തെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്ട്രോങ് ആക്കും. നമ്മളെ ഹൃദയത്തെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹൃദയത്തെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കർത്താവിന്റെ സന്നിധി വരാനോ, കർത്താവിന്റെ ആ കരുണ അല്ലെങ്കിൽ കർത്താവിന്റെ ആ അഭിഷേകത്തിലോട്ട് കേറാതിരിക്കാൻ പലപ്പോഴും പിശാച് നമ്മളെ ഇട്ട് കുത്തുന്ന ഒരു കാര്യമാണ്. എന്തോ ചെയ്യുന്നത്? നോ, നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ അങ്ങനെ സംസാരിച്ചില്ലേ, നീ അങ്ങനെ ചിന്തിച്ചില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, കർത്താവിന്റെ ദേഹക്ക് അർഹതയുള്ളവളല്ല. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് രാവിലെ നമ്മളോട് സംസാരിക്കുന്നു, കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, കർത്താവിന്റെ കരുണയ്ക്ക് നമ്മള് ഹക്ക്ദാറാണ്, അല്ലെങ്കിൽ യോഗ്യരാണ്. ആമേൻ. കർത്താവ് ചിലരോട് ഇന്ന് രാവിലെ മനസ്സറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചില വിഷയത്തിന് മേൽ കർത്താവ് മനസ്സറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറയുടെ മേൽ കർത്താവ് മനസ്സറിയാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കാരണമേ ഉള്ളൂ, കർത്താവിന്റെ ദൃഷ്ടി ആ വിഷയത്തിന് മേൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് കണ്ടവരോട് കർത്താവ് മനസ്സലിഞ്ഞു, കർത്താവ് മനസ്സലിഞ്ഞവരോട് കർത്താവ് അവരെ സൗഖ്യമാക്കി.
ആമേൻ. ഹല്ലേലൂയ. ഇന്നൊരു ഫിസിക്കൽ ഹീലിംഗിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഒരു ശാരീരിക ഒരു ആത്മീക ഹീലിംഗ്, ഒരു ഇമോഷണൽ ഹീലിംഗ് കർത്താവ് ഇന്ന് ചിലവരുടെ ജീവിതത്തിൽ തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഫിസിക്കൽ ഹീലിംഗിനോടൊപ്പം തന്നെ ഒരു 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 ഇമോഷണൽ ഹീലിംഗും കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദേവദാസി ഇന്ന് ഓർപ്പിച്ചല്ലോ, ഞങ്ങള് ഇവിടെ CMC ഹോസ്പിറ്റൽ വരുന്ന പേഷ്യൻസിന്റെ ഇടയിലാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. ശരിയാണ്. കഴിഞ്ഞ അറൌണ്ട് മോർ ദാൻ 18 years ഞങ്ങൾ ഇവിടെ വെല്ലൂരിലായിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വെല്ലൂർ എന്ന സ്ഥലം തമിഴ്നാട്ടിലാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ ഇവിടെ ഒരു പറ്റം നോർത്ത് ഇന്ത്യക്കാരാണ് വരുന്നത്. ഒരു ദിവസം അറൌണ്ട് 9,000 പേഷ്യൻസ് ആണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ഒരു ദിവസം. അതിനകത്ത് 7,000 പേഷ്യൻസ് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഇവരെല്ലാം നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഓരോ അവസ്ഥയിലും രോഗം പിടിച്ച് ചികിത്സയിൽ പോയി, ഓരോ ഹോസ്പിറ്റലിൽ പോയി. പക്ഷെങ്കിൽ അവിടെ ഒന്നും ചികിത്സ ശരിയാവാതെ ലാസ്റ്റിൽ എല്ലാ രീതിയിലും അവർ തളർന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ മധ്യത്തിലാണ് കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അവരുടെ ആ ഹൃദയത്തെ അവരുടെ സ്പിരിറ്റിനെ റിവൈവ് ചെയ്യുവാൻ, ആത്മീയമായി കർത്താവിലേക്ക് അവരെ അടുപ്പിക്കാനാണ് കർത്താവ് ഞങ്ങളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ കർത്താവിന്റെ ദൃഷ്ടി ഞങ്ങളുടെ കുടുംബത്തിന് മേലും പതിഞ്ഞായിരുന്നു. ഇതേപോലെ കർത്താവിന്റെ ഞങ്ങൾ അനുഭവിച്ചു. ഇതേപോലെ കർത്താവിന്റെ സൗഖ്യവും ഞങ്ങൾ പ്രാപിച്ചു. കഴിഞ്ഞ 40 വർഷം എൻ്റെ മാതാവും പിതാവും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവരെ സുശേഷ വേലയുടെ 25ാമത്തെ വർഷത്തിൽ എൻ്റെ ഏക സഹോദരൻ വലിയ കഠിനമായ പ്രശ്നത്തിലായിപ്പോയി. പെട്ടെന്ന് അവന്റെ കണ്ണ്, അവൻ ഒരാളെ നോക്കുമ്പോൾ ഡബിൾ വിഷൻ ആയിട്ട് തോന്നുകയാണ്. ലങ്സിൽ ഒരു 2 ലിറ്റർ ഓഫ് വാട്ടർ ഫ്ലൂയിഡ്സ് നിറഞ്ഞു കിടക്കുന്നു. അവന്റെ നെഞ്ചിലും കൈയുടെ കഷത്തിന്റെ അടിയിലും ലംസ് ഫോം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ വിചാരിച്ച് നമ്മൾ വിചാരിച്ചു എന്താ പ്രോബ്ലം ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു ടൈമിലാണ് പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ നാട്ടിൽ ആ സമയത്ത് പപ്പ ചർച്ച് ഓഫ് ഗോഡ് മഴിക്കീർ ചർച്ച് ഓഫ് ഗോഡ് ശുശ്രൂഷകനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അവിടുത്തെ അടുത്തൊരു ഹോസ്പിറ്റൽ മുളക്കരയിൽ ഒരു ഹോസ്പിറ്റൽ സെഞ്ചുറി ഹോസ്പിറ്റൽ തുടങ്ങിയ ടൈം. ആ ടൈമിൽ അവിടുത്തെ ചെന്ന് അവിടുത്തെ പെതോളജിസ്റ്റ് മോന്റെ ലംബിന്ന് കുറച്ച് ബ്ലഡ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇത് മനസ്സിലായി, ഇതൊരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, ഒന്നീ RCC പോ, അല്ലെങ്കിൽ വെല്ലൂർ CMC വരാൻ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ വന്നു. ഇവിടുത്തെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്, ഹെമറ്റോളജിയിലെ HOD, അത് ഇന്ത്യയുടെ നമ്പർ 1 ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്. ആ ദേവദാസ് ആ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ എടുത്തു. ആ ഡോക്ടർ മോനെ ആ ഫ്ലൂയിഡ്സ് എല്ലാം ടാപ്പ് ചെയ്തെടുത്തു. മോനെ ബയോപ്സിക്ക് വിട്ടു. 3ാമത്തെ ദിവസം റിസൾട്ട് വന്നു. ഇതൊരു അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലിംഫോമ എന്ന് പറഞ്ഞൊരു അഗ്രസീവ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ കുഞ്ഞിന്റെ ശിരസ് മുതൽ കാൽപാദം വരെ സ്പ്രെഡ് ആയി കഴിഞ്ഞു. മാതാവും പിതാവിനോട് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു ഹോപ്പ് ഇല്ല, ഒരു ഡെഡ് ബോഡിയും കൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. ബിക്കോസ് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരാൻ പറ്റത്തില്ല. അങ്ങനെ ഓഗസ്റ്റ് 25th ഞങ്ങൾ ഇവിടെ എന്തെന്ന് അറിയത്തില്ല എന്ന് തിരിച്ചൊരു ശവപ്പെട്ടിയുമായിട്ട് പോകണോ എന്ന് ചിന്തിച്ച് വെല്ലൂര് വന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ഇത്രയും നാളും യേശുവേ, അങ്ങ് സൗഖ്യദായകനാണ്, അങ്ങ് സൗഖ്യം തരുന്ന ദൈവമാണ്, അങ്ങേ പോലെ വേറൊരു ദൈവമില്ല എന്ന് വിശ്വസിച്ചും പറഞ്ഞും പഠിപ്പിച്ചും നടന്നവരുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു അനുഭവം വന്നപ്പോ എൻ്റെ മാതാവും പിതാവും കംപ്ലീറ്റ്ലി ഷാറ്റേർഡ്. ഇനിയും കർത്താവേ, ഈ വചനം എടുത്തിട്ട് എങ്ങനെ പ്രസംഗിക്കും, എങ്ങനെ യേശു സൗഖ്യദായകനെന്ന് ഞാൻ മറ്റുള്ളവരോട് പറയും? അങ്ങനെ പറഞ്ഞാൽ അവര് എന്നെ നോക്കി ചോദിക്കും, എടാ, നിന്റെ മോന് സൗഖ്യം കൊടുക്കാത്ത യേശു ഞങ്ങളെ എന്തോ ചെയ്യാനാ? കർത്താവ്, ഇനി എങ്ങനെ പ്രാഗൽഭ്യത്തോടെ ഞാൻ കർത്താവിന് വേണ്ടി പ്രസംഗിക്കും എന്ന് എൻ്റെ പിതാവും മാതാവും നെടുറുപ്പിട്ട് കാര്യം. ആ സമയത്താണ് ലാസ്റ്റ് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, ഒരു 2.5 ലക്ഷത്തിന് പ്രോട്ടോകോൾ എടുത്ത് പിതാവിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ട്രീറ്റ്മെന്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അസാധ്യമാണ്, ദൈവത്താൽ എല്ലാം സാധ്യം. ആ ഒരു വാക്കി കയറി മാതാവും പിതാവും മാതാവും പിതാവും കർത്താവിനോട് പറഞ്ഞു. എന്റെ മാതാവ് പറഞ്ഞു, കർത്താവേ, എത്ര വലിയ ശോധന തന്നോ ഞാനത് സഹിക്കാൻ തയ്യാറാ, പക്ഷേ ഞങ്ങളുടെ മുഖത്തെ ലജ്ജിപ്പിക്കല്ലേ, ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, പക്ഷെ മുഖത്തെ
ഓരോ ദിവസം ഞങ്ങൾ മനസ്സിലായി കർത്താവിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ പതിയുന്നുണ്ടെന്നുള്ളത്. പ്രിയ പൈതലിന്റെ കൂടെ അറൗണ്ട് 9 യങ്സ്റ്റേഴ്സ് അഡ്മിറ്റ് ആയി ഹോസ്പിറ്റൽ. എന്നാൽ അവരെല്ലാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇന്നും കർത്താവ് ജീവനോട് എന്റെ സഹോദരനെ വെച്ചിരിക്കുന്നു. ആമേൻ. അതെങ്ങനെ ട്രീറ്റ്മെന്റ് ഓരോ ദിവസം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ അവന്റെ ബോഡി പിന്നെ കംപ്ലീറ്റ് വേഴ്സ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അവന് മനസ്സിലായി അവന്റെ ബെഡിലിരിക്കുന്ന ഓരോ പേഷ്യൻസും മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവന് മനസ്സിലായി, ഓ ഇങ്ങനാണെങ്കിൽ എന്റെ ഫേറ്റും ഇതാണ്, എനിക്കും ഇതാണ് നടക്കാൻ പോകുന്നത്. എന്റെ മാതാവിന്റെ പിതാവിന്റെ കയ്യിൽ അവർ സൂക്ഷിച്ച വേല ചെയ്യുന്നവര്, അവരെ കാശില്ല, അവരെങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും എന്നെ? അങ്ങനെ ഇരുന്നപ്പോൾ അവനിങ്ങനെ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, കർത്താവേ, അങ്ങ് ന്യായമുള്ള ദൈവമാണല്ലോ, അങ്ങടെ ന്യായം എന്തിയേ? അങ്ങ് ലവിങ് ഫാദർ ആണല്ലോ, അങ്ങടെ സ്നേഹം എന്തിയേ? ഞാൻ എന്തിനിത് സഫർ ചെയ്യുന്നു? എന്ന് വെച്ചാ അവന്റെ കയ്യിൽ ഒരു പ്രോബ്ലം ഇല്ല, കർത്താവിന് എന്തോ തെറ്റുപറ്റി ഈ പ്രോബ്ലം തന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരന്റെ പ്രാർത്ഥന. അങ്ങനെ ഇരുന്നപ്പോഴാണ് കർത്താവ് അവനോട് മെല്ലെ സംസാരിക്കുന്നതായിട്ട് അവന് തോന്നി. ഫിനി, ഞാൻ നിന്റെ സൃഷ്ടികർത്താവാ, എനിക്ക് നിന്നെ പറ്റി ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഭൂമിയിലോട്ട് അയച്ചത്. നീ നിന്നെ തന്നെ എന്റെ കാര്യങ്ങൾ സമർപ്പിച്ചാൽ, പാസ്റ്റർമാരുടെ മക്കൾക്ക് അറിയാം, ഞങ്ങൾ പാസ്റ്റർമാരുടെ മക്കളായതുകൊണ്ട് അവർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. പാസ്റ്റർമാരുടെ മക്കൾ ഒരിക്കലും മനസ്സുകൊണ്ട് സൂക്ഷിച്ചവരെ ആഗ്രഹിക്കത്തില്ല. കാരണം മാതാവും പിതാവും കർത്താവിന്റെ വേലിൽ കടന്നുപോയ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സ് മടുത്ത കുഞ്ഞുങ്ങളാണ് അവര്. പാസ്റ്റർമാരുടെ മക്കൾ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൽ നിന്നുള്ള വ്യക്തമായ എൻകൗണ്ടർ ഇല്ലാതെ അവർ ചെയ്യത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാതാവിനും പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അവര് ഞങ്ങളെ കുഞ്ഞിനെ സമർപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാ സമർപ്പിച്ചത്. പക്ഷെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ കൈ കൂപ്പി പറഞ്ഞു, ഉയരെ പോയാ ഞങ്ങളെ സുവിശേഷ വേലയ്ക്ക് വിളിക്കല്ലേ, ഞങ്ങൾ ജോലിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്തോളാം. പക്ഷെ അങ്ങനെ ആ പ്രിയ മകന് അവനിങ്ങനെ എഞ്ചിനീയർ ആവാൻ വേണ്ടി എൻട്രൻസ് കോച്ചിങ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അവന്റെ 12th സ്റ്റാൻഡേർഡിലാണ് ഈ സിംറ്റംസും ഈ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അപ്പൊ അവനും ന്യായമായിട്ട് ആ കുഞ്ഞു മനസ്സിൽ നിന്നുള്ള ചോദ്യം, ഞാൻ എന്തോ തെറ്റ് ചെയ്തു, എന്റെ മാതാപിതാക്കൾ എന്തോ തെറ്റ് ചെയ്തു, ഞങ്ങൾ എന്തിന് ഇതിൽ കൂടെ കടന്നു പോകണം? ഇങ്ങനെ ഇപ്പൊ സുവിശേഷ വേലയിലായിരിക്കുന്ന പല മാതാക്കളും അവരുടെ മക്കളിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് കാണുമായിരിക്കാം, അല്ലേ? പക്ഷെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അന്ന് ഹൃദ്യമായി എന്റെ സഹോദരനോട്, ആ 17 വയസ്സുള്ള ആ കൊച്ചിനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു, ഫിനി, ഞാൻ നിന്റെ സൃഷ്ടികർത്താവാണ്, നീ നിന്നെ തന്നെ എന്റെ കരങ്ങളിൽ വേറെ ആരും ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, കർത്താവെ, മരിച്ചാലോ ജീവിച്ചാലോ എനിക്ക് ഒരു ചാൻസ് കൂടെ തന്ന ഞങ്ങളുടെ നാമമഹത്വത്തിന് വേണ്ടി നിന്നോളാം. എനിക്ക് നീ എഞ്ചിനീയർ ആവണ്ട, ഞാൻ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി നിന്നോളാം. അങ്ങനെ സമർപ്പിച്ച് വിതിൻ 24 hours കർത്താവ് അവന്റെ ബെഡ് അരികെ വരികയാണ്. കർത്താവ് അവന്റെ ബെഡ് സൈഡിൽ വരികയാണ്. അവനോട് ആ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പെരുവെള്ളത്തിന്റെ ആ വലിയ ഇരച്ചിലിന്റെ ശബ്ദം പോലെ കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, നീ മരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. ഹല്ലേലൂയ. ആര് പറഞ്ഞു നിനക്ക് ദൈവത്തിന്റെ ദയ കിട്ടത്തില്ലെന്ന്? ആര് പറഞ്ഞു കർത്താവിന്റെ ദൃഷ്ടി നിന്റെ മേൽ ഇല്ലെന്ന്? ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവസഭേ, ദൈവജനമേ, സഹോദരിമാരെ, നമ്മൾ തളർന്നാണ്ടല്ലോ ഒരു കുടുംബം അങ്ങ് തളരും കേട്ടോ. നമ്മൾ ധൈര്യത്തോടെ നിന്നാൽ ഒരു കുടുംബം നിൽക്കും. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടാളിക്ക് അത് ബലമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ബലമാണ്, നമ്മുടെ പ്രാർത്ഥന ഭവനത്തിന് അതൊരു കവറിംഗ് ആണ്. സഹോദരി, ഇന്ന് ചിലവരെ ബലപ്പെടുത്താൻ കർത്താവ് വചനവും ഈ സാക്ഷ്യവും സഹായിക്കട്ടെ. തളർന്നു കിടക്കുന്ന ചിലവരെ ബലപ്പെടുത്താൻ നീ പിന്നെ ശക്തിയോട് ഓടുക എന്ന് പറയുവാൻ, ഹല്ലേലൂയ, പുതിയ ബലം ധരിച്ചുകൊള്ളുവേ. ഹല്ലേലൂയ. അന്ന് കർത്താവ് ഇതിനോട് വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, നീ മരിക്കത്തില്ല. ഈ ശബ്ദം കേട്ട് അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു, 2 കരങ്ങൾ ഉയർത്തി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ഇവൻ ബെഡിൽ കിടന്ന് ചാടി കരങ്ങളെ ഉയർത്തി അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പൊ ഈ ശബ്ദം കേട്ട മാതാവും പിതാവും ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു. ചോദിച്ചു എന്തോ പറ്റി? ഞങ്ങൾ വിചാരിച്ചു വല്ലതും ഇനി ഇവന്റെ ഫീവർ വല്ലതും ബ്രെയിനിൽ കയറി പിടിച്ചോ, അങ്ങനെ വല്ലതും പറയുന്നതാണോ. അപ്പൊ പറയുന്നു, കഴിഞ്ഞ രാത്രി പപ്പാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, യേശുവേ ഞാനും മരിക്കേണ്ടവനാണെങ്കിൽ പറ, എന്റെ മാതാവിന്റെ പിതാവിന്റെ കയ്യിൽ ഇത്ര പൈസ ഇല്ല അവർക്ക് വേസ്റ്റ് ചെയ്യാന്, ഇത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും എത്ര പേരാ ഞങ്ങളുടെ കൺമുമ്പിൽ മരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാനും മരിക്കാൻ തയ്യാറാ എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞപ്പോൾ ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഇല്ല നീ മരിക്കത്തില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കിയെന്ന്. വിത്തിൻ ആ 5 സെക്കൻഡ്സിനുള്ളിൽ അവന്റെ ഉള്ള ബോഡിയിലുള്ള സിംറ്റംസ് എല്ലാം മാറുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അവനെ പെട്ടെന്ന് പിന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറിനോട്, അതൊരു ഡോക്ടർ മർത്തോമ ഒരു കാരൻ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായോണ്ട് ആ ഡോക്ടറിനോട് ഈ ഡിവൈൻ എക്സ്പീരിയൻസ് അവൻ ഷെയർ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ചെന്ന് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ബ്ലഡ് ടെസ്റ്റ് ഉച്ചയോടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പ്രിയ മോന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു സെൽസും ഇല്ല എന്നുള്ള. ഹല്ലേലൂയ. ഇന്ന് 24 വർഷമായി ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറയുന്ന ഈ നിമിഷം വരെ, 24 വർഷം മുമ്പ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത ദൈവം ഈ നിമിഷം വരെ വിശ്വസ്തൻ, ഈ നിമിഷം വരെ വിശ്വസ്തൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി കരയിക്കാൻ. ഹല്ലേലൂയ. എന്തിന് കർത്താവ് ഇന്ന് ഈ ടെസ്റ്റിമണി നിങ്ങളെ കേൾപ്പിക്കുന്നു? അതിന്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അമ്മാമേ, ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്, കർത്താവ് അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ്, God want to repeat it. If God is making you to hear this testimony, that means God want to do it again and again and again. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? സംസാരിക്കും. നമ്മൾ കേൾക്കാൻ കാതുള്ളവരായി. അങ്ങനെയാണ് പിന്നെ തിരിച്ച് എന്റെ മാതാവും പിതാവും വിചാരിച്ചു, ബിക്കോസ് നാട്ടിലെ ചർച്ചെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് വന്നത്, ഓക്കെ എന്നാ പിന്നെ തിരിച്ച് നമുക്ക് പോകാം എന്ന് ചിന്തിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നോ, 3 ദിവസം എന്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. അങ്ങനെ 3-ാമത്തെ ദിവസം മാതാവും പിതാവും ഇന്ത്യയുടെ നശിച്ചു പോകുന്ന ഗ്രാമത്തെ പറ്റിയുള്ള വലിയ ഭാരത്തോടെയാണ് അവരവരുടെ പ്രാർത്ഥന മുറിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഉടനെ എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ ഇനി കേരളത്തിലോട്ട് പോകുന്നില്ല, ഇനി എനിക്ക് കേരളത്തിലെ സുവിശേഷം വേണ്ട. സുവിശേഷം കേട്ടവരെ പിന്നെയും കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ പറ്റി ഒരു നേരം പോലും കേൾക്കാത്തവരോട് ഇനി എന്റെ സുവിശേഷം പറയേണ്ട ജീവിതം ഞാൻ മാറ്റിവെക്കുകയാണ്. അങ്ങനാണ് ഇന്ത്യയുടെ വില്ലേജിനെ തൊടാൻ കർത്താവ് നമുക്ക് ഗ്രാമങ്ങളുടെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. ഫിന്നിയുടെ സൗഖ്യത്തോടെ കർത്താവ് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ, ഞങ്ങൾക്ക് 4 സ്റ്റേറ്റിലായിട്ട് ഗ്രാമങ്ങൾ, ഒരു 900 ഗ്രാമങ്ങളിൽ സഭാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന് വലിയൊരു ദയാണ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കാൻ സഹായിച്ചത്. പല പ്രാവശ്യം മാതാവും പിതാവും ചോദിച്ചു, കർത്താവ് എന്തിന് ഞങ്ങളെ കൂടെ ഇത് കൂടെ കടത്തി വിടുന്നു? പക്ഷെ കർത്താവ് പറഞ്ഞു, നോ മക്കളെ, എന്റെ ദയ നിനക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ദയ നിനക്കുണ്ടെങ്കിൽ എന്റെ സൗഖ്യം നീ അനുഭവിക്കും. ആമേൻ. ഇന്ന് ആരെങ്കിലും ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് രാവിലെ തന്നെ നമ്മളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന് ദയയ്ക്ക് അർഹതയുള്ളവരാണ്. കർത്താവിന്റെ ദയ നിങ്ങൾക്ക് ദൈവം കാണിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ വിഷയങ്ങൾ അതാകത്തും പുറത്തുമായ സൗഖ്യങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തിന് ദൈവം നമുക്ക് സൗഖ്യം തരണം? എന്തിന് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അതിന് താഴെ നമുക്ക് വായിച്ചാൽ നമുക്ക് കാണാം, ബിക്കോസ് നമുക്ക് ഒത്തിരി പരിചയമുള്ള വചനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ കർത്താവ് അവിടെ ചില സൗഖ്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ആൾക്കാർ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അതിന്റെ 16-ാം വാക്യം വായിക്കാം സിസ്റ്ററെ. 16-ാം വാക്യം. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവരോട് എന്തോ പറയുന്നത്? ഓ ഹല്ലേലൂയ. അവർക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരോട് പറയുന്നത്,
ഈ വേൾഡിന് വേണ്ടിയുള്ള വിശപ്പടക്കാൻ നമ്മുടെ കയ്യിൽ കർത്താവ് ആഹാരം തന്നിട്ടുണ്ട്. ജീവന്റെ അപ്പം. ഇന്ന് ഈ ജീവന്റെ അപ്പം നമ്മളാണ് നശിച്ചു പോകുന്നവർക്ക് കൊടുക്കേണ്ടത്. ഈ ജീവന്റെ അപ്പം ഇന്ന് കൊടുക്കാൻ എത്ര പേര് തയ്യാറാണ്? അത് ഒരു പാസ്റ്ററുടെ ഡ്യൂട്ടി അല്ല, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണ്. ഇന്ന് അതിന് തയ്യാറാണോ? നീ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്ക. അങ്ങനെയെങ്കിൽ എന്തോ നമ്മൾ കർത്താവ് പരമേൽപ്പിച്ചിട്ടുണ്ട് കൊടുക്കാൻ. അത് നമ്മുടെ പ്രാർത്ഥന മൂലമായിരിക്കാം, അത് നമ്മുടെ വിശ്വാസം മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ അത് മനസ്സിലാക്കി എന്താണ് കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് വ്യാപരിക്കുക, അത് വ്യാപാരം ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. സഭയെ അത് വ്യാപാരം ചെയ്യുക. ഇന്ന് പരിശുദ്ധാത്മാവ് അതാണ് പറയുന്നത് നമ്മളോട്. നീ കൊടുക്കുഞ്ഞ് നിന്റെ ഓഫീസില്, നിന്റെ ഹോസ്പിറ്റലില്, നിന്റെ കമ്മ്യൂണിറ്റിയില് നീയാണ് ആൻസർ, നീയാണ് ഉത്തരം. ചോദ്യങ്ങളായി നിറഞ്ഞ ഒരു വലിയ സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. ചോദ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കൺഫ്യൂഷനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമൂഹത്തിലാണ്. അതിന്റെ മധ്യയില് നിന്നെ ദൈവം ഒരു വെളിച്ചം പോലെ, ഒരു ടവർ ഹൗസ് പോലെ കർത്താവ് നിർത്തിയിരിക്കുന്നത് നീ അനേകർക്ക് ഒരു ഉത്തരമാകാനാണ്. ഇന്ന് എത്ര പേര് പറയുന്നുണ്ട്, ഞാൻ എന്റെ സ്ഥലത്ത് ഞാൻ കർത്താവിന് അവർക്കൊരു ഉത്തരമാകും. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദബോറ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദബോറ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നോ ആ സഹോദരി മുന്നോട്ട് വന്നത്? പുള്ളിക്കാരത്തി, she was so aware of the circumstance she was undergoing. Hallelujah. പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി, നമ്മൾ നമ്മുടെ ഫാമിലിയുടെ വിഷയത്തിൽ തന്നെ നമ്മളങ്ങ് മുഴുകി, നമ്മൾ കർത്താവ് ഏൽപ്പിച്ച കാര്യം നമ്മളങ്ങ് മറക്കുകയാണ് ചെയ്യാൻ. നമ്മളെ ആ കഴുതെ അങ്ങനെ കെട്ടപ്പെട്ട് വെച്ച പോലെ നമ്മളങ്ങ് കെട്ടിയിടുക നമ്മുടേതായ അഫയേഴ്സിന്റെ അകത്ത്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് ചിലവരെ റിലീസ് ചെയ്യുക, കർത്താവിന്റെ ഉദ്ദേശത്തിന് വേണ്ടി റിലീസ് ചെയ്യുക. ഹല്ലേലൂയ. ആ കെട്ടപ്പെട്ട കഴുതെ നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് നമ്മുടെ നാതിൽ നമ്മളെ വേണം കേട്ടോ. നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മളെ വേണം. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട് സഹോദരങ്ങളെ? എത്ര പേർക്ക് നമ്മുടെ ഭർത്താവിന് എത്രത്തോളം നമ്മളെ വേണോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം നമ്മളെ വേണോ, നമ്മുടെ കുടുംബത്തിന് എത്രത്തോളം നമ്മളെ വേണോ, അതിലുപരി നമ്മുടെ സൃഷ്ടികർത്താവിന് നമ്മളെ വേണമേ വേണമേ വേണമേ. ഹല്ലേലൂയ. 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 നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണിന് ചിലതൊക്കെ നടക്കുന്നേ. നീ പ്രാർത്ഥിച്ച ചിലതിന് വിടുതലുണ്ട്. നീ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ, നീ ചിലതിന് കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊടുത്താൽ അത് ഉത്തരമാകുന്നു. പരിശുദ്ധാത്മാവ് ചിലരുടെ സ്പിരിറ്റ്സിനെ സ്റ്റെയറപ്പ് ചെയ്യുവാണ്. ചിലരോട് കർത്താവ് ഹൃദ്യമായി പേഴ്സണലി എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ചിലവരോട് കർത്താവ് 1-to-1, you know what you're hearing today. 1-to-1 God is talking to you. Hallelujah. ആമേൻ. നീ അവർക്ക് കൊടുക്ക, നിങ്ങൾ അവർക്ക് കൊടുക്ക. എന്താ കർത്താവിന് അറിയത്തില്ലായിരുന്നോ അത് മരുഭൂമിയായിരുന്നു? കർത്താവിന് അറിയത്തില്ലായിരുന്നോ അവിടെ ഒരു കടയൊന്നും ഇല്ലെന്ന്? കർത്താവിന് എല്ലാം അറിയായിരുന്നല്ലോ. പിന്നെന്തിനാ ആ ഒരു കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു? കർത്താവിന് അറിയാം. നോ, ഞാൻ ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് വ്യാപാരം ചെയ്യത്തക്ക രീതിയിൽ ഞാൻ അവർക്ക് ഡിപ്പോസിറ്റ് ചെയ്താണല്ലോ ഇങ്ങോട്ട് വിട്ടേരിക്കുന്നത്. അവരുടെ DNA ഉള്ള കാര്യമാണ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നേ പിന്നെ ഉണ്ടല്ലോ, ക്രിസ്തുവിന്റെ എല്ലാ DNA നമ്മൾക്കുള്ളിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കാനുള്ളവരാ.
കൊടുക്കാൻ കൊടുക്കാൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഏത് വിധേനയും. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നു? സ്തോത്രം. അവിടെ നമുക്ക് അതും അറിയാം. താഴോട്ട് നമ്മൾ വന്നാൽ സമയം പെട്ടെന്ന് കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് നമ്മൾ വന്നാൽ 17 വാക്യം ഒന്ന് വായിച്ചാൽ സിസ്റ്ററെ. അവൻ അവരോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിങ്ങ് കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു. സിസ്റ്റർ മുന്നോട്ട് വായിക്കാമോ? 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിങ്ങ് കൊണ്ടുവരുവീനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് തിങ് പരിശുദ്ധാത്മാവിന് നമ്മളെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കും. കർത്താവിന്റെ കരങ്ങളിൽ ഇപ്പം ജനത്തിന്റെ കയ്യിലുണ്ടായിരിക്കുന്ന അപ്പവും മീനും കർത്താവിന്റെ കരത്തിൽ ഇപ്പം വന്നിരിക്കുക. നമ്മൾ കാണുന്നു കർത്താവ് ആ അപ്പം എടുത്തു, അതിനെ വാഴ്ത്തിയിട്ട് നുറുക്കി. ആമേൻ. വാഴ്ത്തിയിട്ട് നുറുക്കി, വാഴ്ത്തിയിട്ട് നുറുക്കി, എന്നിട്ട് ജനത്തിന് കൊടുത്തു. നിന്നെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുന്നതിന് മുമ്പ് ഒരു നുറുക്കുണ്ട് കേട്ടോ. അല്ലെ, ഒന്ന് നുറുക്കും. എന്തിനാണെന്നറിയാം? നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാത്തത് നമുക്ക് ജനത്തിൽ വിളമ്പി കൊടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് മറ്റുള്ളവർ അങ്ങനെ പ്രസംഗിക്കുന്നു, മറ്റുള്ളവർ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു, വിശ്വാസം നോ അത് നമുക്ക് കോപ്പി ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന്റെ വേല അങ്ങനാണ്. അത് അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാതെ നമ്മൾക്കത് വിളമ്പാൻ പറ്റത്തില്ല സഹോദരങ്ങൾ. അങ്ങനെങ്കിൽ എന്റെ മറു ചോദ്യം, ഇപ്പം ചില നുറുക്കത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ, നാളെ നിന്നെ വിളമ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ അനേകർക്ക് ആശ്വാസമാകാനാണ് ഇന്ന് നീ നുറുക്കത്തിൽ കൂടെ കടന്നു പോകുന്നത്. ആമേ. ഏതപ്പം കഴിച്ച ആ 5000 വേറെ 5000 പുരുഷന്മാർ മാത്രം കൗണ്ടിങ്, സഹോദരിമാര് കുഞ്ഞുങ്ങളെല്ലാം കൂടെ 15000 കൂട്ടിക്കോ. ഏതപ്പം കഴിച്ച, ഇനി എന്റെ ചോദ്യം, ഏതപ്പം കഴിച്ചാണ് 15000 വേറെ വിശപ്പടങ്ങിയത്? ഏതപ്പം കഴിച്ച? അപ്പന്റെ കയ്യിൽ വന്ന നുറുക്കപ്പെട്ട അപ്പം കഴിച്ച്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നുറുക്കപ്പെട്ട അപ്പം കഴിച്ചാണ് അത്രയും ജനത്തിന്റെ വിശപ്പടക്കിയത്. അങ്ങനെങ്കിൽ എന്തിന് ഞാനും നീയും നുറുക്കപ്പെടണോ? ഇപ്പം എന്തിന് ഞാനും നീയും നുറുങ്ങിയിരിക്കുന്നു? അതിനർത്ഥം നാളെ ദൈവം ചിലവർക്കൊരു ആശ്വാസമായി നമ്മളെ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചിലവർക്ക് ഒരു ഉത്തരമായി കർത്താവ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ആസ് എ ഫാമിലി നുറുക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇന്ന് പെർ ഡേ 9000 പേഷ്യൻസ് വരുന്ന ഈ ഹോസ്പിറ്റലിനകത്ത് കർത്താവ് കൃപ തോന്നി ഈ ജനത്തെ കർത്താവിലേക്ക് നടത്താൻ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പേഷ്യന്റ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് അവന് ക്യാൻസർ ആയിട്ട് വന്നതാണ്. അവന്റെ ക്യാൻസർ അത് ബ്ലഡിലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു CMC 90% സക്സസ് റേറ്റ് ഉള്ള കീമോ കൊടുക്കാന്ന് പറഞ്ഞു. അവരത് കൊടുത്ത് ഫസ്റ്റ് സൈക്കിൾ കീമോ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പെറ്റ് സ്കാൻ എടുത്തപ്പോൾ ആ ക്യാൻസറിന് ഒരു മാറ്റമില്ല. പിന്നെ അങ്ങനെ വന്നപ്പോൾ രണ്ടാമത്തെ ഒരു സൈക്കിളും കൂടെ അവർ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഓൺലി 60% ഉള്ളു ചാൻസ് എന്ന് പറഞ്ഞു. പക്ഷെ ആ 60% ചാൻസ് ഉള്ള കീമോയും കൊടുത്തപ്പോ പിന്നെ പെറ്റ് സ്കാൻ ചെയ്ത് വന്നപ്പോ മനസ്സിലായി ക്യാൻസറിന് ഒരു മാറ്റമില്ല. അപ്പത്തേക്ക് ഈ കുടുംബം അങ്ങ് തകർന്നു. എന്തോ എടുക്കണം ഒന്നും അറിയത്തില്ല. CMC ഏകദേശം ഡോക്ടേഴ്സ് കൈവിടുന്ന രീതിയിലായി പോയി.
ഇനി എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കൃപയാൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ അകത്ത് മീറ്റിംഗ് നടത്താൻ വേണ്ടി ഹോസ്പിറ്റൽ പെർമിഷൻ തന്നിട്ടുണ്ട്. നമ്മൾ വോളണ്ടിയർ ആയിട്ട് ചെയ്യുക. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കർത്താവ് സൗഖ്യം തന്നു. പിന്നെ ഈ സൗഖ്യം കിട്ടിയ പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ 7 ദിവസം ഈ നോർത്ത് ഇന്ത്യൻസിനിടയിൽ നമുക്ക് മീറ്റിംഗ് ആണ്, ഈ പേഷ്യൻസിനിടയിൽ മീറ്റിംഗ് ആണ്. ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ദൈവത്തിന്റെ കൃപയാൽ ഒരാഴ്ചയിൽ ഞങ്ങൾ അറ്റ്ലീസ്റ്റ് 150 to 200 പുതിയ ആത്മാക്കളെ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. ആരും ഞങ്ങളുടെ മീറ്റിംഗ് വരുന്ന ആരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ പോകുന്നില്ല. ഹല്ലേലൂയ. സാധാരണ നമുക്കറിയാലോ, നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്ക് അറിയാം, വളരെ താണ ജാതിക്കാരുടെ ഇടയിലല്ലേ യൂഷ്വലി നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷെങ്കിൽ അറിയാമോ, രോഗം താണ ജാതിയാണോ ഉയർന്ന ജാതിയാണോ നോക്കിയാലല്ലേ വരുന്നേ. എല്ലാത്തിനും ഇട്ട് കിട്ടുന്നില്ലേ. ഇവിടെ വരുമ്പോ ഡോക്ടേഴ്സും കൈ വിടുമ്പോൾ അവർ ജീവന് വേണ്ടി അവരുള്ള കൊതി കാണണം. അന്നേരം സർവദയാലുവായ യേശുവിനെ അങ്ങോട്ട് പകർന്നു കൊടുക്കും. ഈ ഡോക്ടേഴ്സ് തന്നെ ഇവരെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ വിടും. കാരണം സാറ്റർഡേയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ അകത്ത് പ്രാർത്ഥനയുണ്ട്. അവർ ഒപിഡിക്ക് അകത്ത് ഒരു ചില വിഷൻ മൈൻഡഡ് ഡോക്ടേഴ്സ് ഉണ്ട്. അവർ നമുക്ക് മീറ്റിംഗ് നടത്താൻ വേണ്ടി ഒരു അനുവാദം തന്നിട്ടുണ്ട്. അപ്പൊ ആ മീറ്റിംഗിലോട്ട് ഈ പേഷ്യൻസിനെ വിടും. അവിടെ വന്ന ആദ്യത്തെ ആ മീറ്റിംഗിൽ തന്നെ പിന്നീട് എന്റെ ബ്രദറിന്റെ ടെസ്റ്റിമണി പറയും. ആ ഫസ്റ്റ് മീറ്റിംഗ് യേശുവിന്റെ സ്നേഹത്തെ പറ്റി പറയും. യേശു പാപം നിമിത്തമാണ് ഈ രോഗം വരുന്നതെന്ന് ക്ലിയർ കട്ടായിട്ട് അവരോട് വ്യക്തമാക്കി കൊടുക്കും. ആ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സൃഷ്ടികർത്താവുമായിട്ട് കൈ കൊടുക്കുന്നത്. ആ ഒരു സന്ദർഭം ഏറ്റവും സന്തോഷ സമയമാണ്. ചെയ്യാൻ പറ്റുന്നു. കാരണം ഞങ്ങൾ അതേപോലെ ഞങ്ങളെ നുറുക്കി കർത്താവ്, ഞങ്ങളുടെ ഞാൻ എന്നുള്ള ചിന്ത കർത്താവ് നുറുക്കി. അല്ലെ മലയാളി എന്നുള്ള ചിന്ത കർത്താവ് നുറുക്കി. ആർക്ക് വിശക്കുന്നോ അവർക്ക് നിന്നെ തന്നെ പകർന്നു കൊടുക്കാൻ കർത്താവ് ആ പാകത്തിലാക്കി തന്നു. ഇന്ന് ആരെങ്കിലും നുറുക്കത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നോ, ടെൻഷന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നോ, അല്ല നിങ്ങളുടെ തലമുറയെ പറ്റി നിങ്ങൾ പ്രഷർ ചെയ്ത് പോകുന്നുണ്ടോ, ഓർത്തുകൊള്ള ദൈവം ആ തലമുറയെ ഒത്തിരി തലമുറകളെ വിടുവിക്കാൻ കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ഹന്നെ പോലെ അനേക ശമൂവേൽ ബാലകളെ പുറപ്പെടുവിക്കാൻ നിന്റെ കണ്ണുനീരെ കർത്താവ് എടുക്കാൻ പോവുകയാണ്. അല്ല ചുമ്മാ ഒന്നും അല്ല കർത്താവിന്റെ രാജ്യത്തിൽ നീ എന്തെങ്കിലും വിതയ്ക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ പേഷ്യന്റും 2 കീമോ എടുത്തു കഴിഞ്ഞു. ഡോക്ടേഴ്സ് ഹോപ്പ് കൈവിട്ടു. അങ്ങനെ ഈ കൊച്ചനെയും എങ്ങനെയോ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വന്നു. അവിടെ വന്ന് മാറ്റമില്ലാത്ത സ്നേഹം ഒരിക്കലും മാറാത്ത യേശുവിന്റെ സ്നേഹത്തെ പറ്റി അവിടെ പറയാൻ സാധിച്ചു. അവരോട് പറഞ്ഞു, അവങ്കിലേക്ക് വചനം സാംസിലെ വാക്യം എടുത്ത് ആ വചനം ആ സഹോദരൻ കേൾക്കുകയാണ്. അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇവൻ ഈ വചനം കേട്ട് ഇവന്റെ ഹൃദയത്തിലോട്ട് ഈ വചനം ആക്സെപ്റ്റ് ചെയ്യും. ഇവൻ സമർപ്പിച്ചു, യേശുവേ എന്റെ മുഖം ഇപ്പൊ കംപ്ലീറ്റ് ലജ്ജിച്ചിരിക്കുകയാണ്. എനിക്കറിയത്തില്ല ഞാൻ ഇനി എന്തോ ചെയ്യേണ്ടത്. എനിക്ക് എന്റെ മുഖത്തെ ഒന്ന് പ്രകാശിപ്പിക്കാമോ എന്ന് പറഞ്ഞ് ഇവൻ ആലമുറയിട്ടൊക്കെ അവനെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, ഒരു കീമോയും കൂടെ വേണം, ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാം. എന്തിനു പറയുന്നു? പക്ഷെ ആ ഡോക്ടേഴ്സ് പറഞ്ഞു only 40% ചാൻസ് ആണ് ആ കീമോ വെച്ച്. അവർ വന്ന് നമ്മളോട് ചോദിച്ചു, ദീദി എന്തോ ചെയ്യണം? നമ്മൾ പറഞ്ഞു, പ്രാർത്ഥനയോട് നീ പോ, യേശു ഉണ്ട് നിന്റെ കൂടെ, യേശു ഉണ്ട്, എല്ലാ ലാക്നെസിനെ മാറ്റുന്ന യേശു ഉണ്ട് നിന്റെ കൂടെ, നീ പോ ധൈര്യമായിട്ട്. അവൻ ചെന്ന് ആ കീമോ എടുത്തു. ആ കീമോ എടുത്തപ്പോൾ ദൈവജനമേ എന്താണെന്ന് അറിയാമോ? പിന്നുള്ള പെറ്റ് സ്കാൻ ചെയ്തപ്പോ കംപ്ലീറ്റ് സക്സസ് റേറ്റ് ആയിട്ട് ആ ശരീരം മാറി. പിന്നെ അവനെ BMTയിലോട്ട് കയറ്റി. ആ BMT അങ്ങനെ അവനെ കയറ്റുന്ന ആ സമയത്ത് ആ BMTയുടെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവനൊരു വലിയ ദർശനം അവൻ കാണാം. വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടില്ല.
വലിയൊരു ദർശനം ആ കുഞ്ഞ് കാണുകയാണ്. ആ കുഞ്ഞ് കാണുകയാണ്, ഒരു വലിയ വെള്ള വസ്ത്രം ധരിച്ച ഒരു വലിയൊരു പുരുഷൻ വന്ന് ഇവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഇവന്റെ ബെഡിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒത്തിരി ദൂരത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ദൂരത്തേക്ക് കൊണ്ടുപോയി അവനെ വലിയൊരു ഗാർഡനിലേക്ക് കൊണ്ടുപോവുകയാണ്. വലിയ പൂത്തോട്ടം. അവൻ പറയാ, ഓ ആന്റി, ആ പൂത്തോട്ടത്തിൽ കയറിയപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത സമാധാനം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. ഓർത്തോണം, കർത്താവിന്റെ കാര്യം 2-3 മാസമായിട്ടുള്ളൂ ചിന്തിച്ചോണേ. ആ കുഞ്ഞ് പറയുവാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആന്റി ഞാൻ കാണുന്നു ആ വ്യക്തി എന്നെ ആ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി ഒരു വലിയൊരു ഗോൾഡൻ സ്ട്രീറ്റിലോട്ട് എന്നെ കൊണ്ടുപോവാ. ഞങ്ങൾ ആ ഗോൾഡൻ സ്ട്രീറ്റ് നടന്നു പോവാ. ആന്റിക്ക് അറിയാമോ, ആ സ്ട്രീറ്റ് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനാ. നമുക്ക് ആ സ്ട്രീറ്റിൽ ഇരുന്ന് തലയിരുന്ന് ഫുഡ് കഴിക്കാന്ന്, അതുപോലെ നീറ്റാന്ന് ആ ഗോൾഡൻ സ്ട്രീറ്റ്. എന്നിട്ട് എൻഡ് ആവുന്നത് ഒരു വലിയ ഗോൾഡൻ ഡോറിന്റെ ഫ്രണ്ടിലാണെന്ന്. എന്നിട്ട് ആ ഗോൾഡൻ ഡോറിന്റെ ഫ്രണ്ടിൽ ഞാൻ നിന്നപ്പോ ഞാൻ ഒരു ചെറിയ ഈച്ച പോലെ ആയിരുന്നത്. അതേപോലെ വലിയൊരു സ്വർണ്ണ വാതില്. എനിക്ക് ഈ വാതിൽ അങ്ങോട്ട് കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് ഉള്ളില്ല അകത്ത് പോവാൻ ഭയങ്കര ജിജ്ഞാസയായിരുന്നു എന്റെ അകത്തോട്ട് പോവാൻ. അപ്പൊ അതിങ്ങനെ കുറച്ചിങ്ങനെ തുറന്നു കിടക്കുകയായിരുന്നു. അപ്പൊ ഞാനൊന്ന് പോകാൻ ശ്രമിച്ചപ്പോ ഇവിടെ താഴെ വന്ന് എന്റെ മമ്മി പറഞ്ഞു, വാ കുഞ്ഞെ വാ, വിളിക്കുന്ന സിസ്റ്റർ വിളിക്കുന്ന, എഴുന്നേൽക്ക്. അതോടെ കട്ടായി. അപ്പൊ എന്നോട് ചോദിച്ചു, ആന്റി ഇതെന്താ നാം കണ്ടേ? ഞാൻ പറഞ്ഞു, കുഞ്ഞേ, കർത്താവ് നിന്നെ ഒരു സ്വർഗം കൊണ്ടെന്ന് കാണിക്കുക. നീ ഏത് വിശ്വാസത്തിന് പിന്നിൽ നീ ഇറങ്ങി തിരിച്ചു, അത് സത്യമാണെന്ന് നിന്നെ കാണിക്കുക. നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ സെക്കൻഡ് ലൈഫ് യേശുവിന് വേണ്ടി ജീവിക്കുക, യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക. അങ്ങനാണെങ്കിൽ ആ സ്വർണ്ണത്തേരില് ഞാനൊന്ന് പറയട്ടെ, ഇന്ന് ഓൾമോസ്റ്റ് 1.5 വർഷമായി ആ കുഞ്ഞ് ആരോഗ്യവാനായി. അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അവന്റെ കുടുംബം മൊത്തം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇന്ന് ഞങ്ങളുടെ വെസ്റ്റ് ബംഗാളിൽ ഒരു മിഷണറി ആയിട്ട് ഞങ്ങൾ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഒന്ന് കർത്താവ് നുറുക്കി. ഇന്ന് ദൈവത്തിന്റെ കർത്താവിന്റെ മഹത്വത്തിന് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അറ്റ്ലീസ്റ്റ് 40-ലധികം ക്യാൻസർ പേഷ്യൻസ് മാത്രം ഇന്ന് സൗഖ്യം പ്രാപിച്ച് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പ്രാർത്ഥന കൂട്ടായ്മ നടത്തുകയാണ്. അങ്ങനെ ഒരു ഫീൽഡിൽ ഞങ്ങൾ ഇനിയിപ്പോ അടുത്ത മാസം ക്രിസ്മസ് ഔട്ട്റീച്ചിന് പോവുകയാണ്. ഞങ്ങൾ 5 ക്യാൻസർ പേഷ്യൻസ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ക്യാൻസറിന് സൗഖ്യം പ്രാപിച്ച് അവര് വെസ്റ്റ് ബംഗാളിന്റെ പല ഗ്രാമങ്ങളിൽ പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങി. അവരെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ അടുത്ത മാസം പോവുകയാണ്. എല്ലാം 3-4 മാസം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഈ പേഷ്യൻസ് സ്റ്റാർട്ട് ചെയ്ത ഈ പ്രേ ഫെലോഷിപ്പ് ചെന്ന് നമ്മൾ വിസിറ്റ് ചെയ്യും. അവരുടെ പുതിയ വിശ്വാസികളെ എൻകറേജ് ചെയ്യും. അങ്ങനെ അവർ സ്നാനപ്പെടാൻ ആത്മാക്കൾ റെഡി ആയിരിക്കും. അങ്ങനെ കർത്താവിന്റെ രാജ്യം പരക്കുക കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന സഭയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇത്രയും വിശദമായി പറഞ്ഞത്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് ഞങ്ങൾക്ക് ഒത്തിരി വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. എന്തിന് നമ്മളെ നുറുക്കണം? എന്തിന് ദൈവം നുറുക്കി? ഹല്ലേലൂയ. ആ അപ്പം നുറുക്കിയതാണ്. ആ അപ്പം നുറുക്കിയ അപ്പമാണ് വിശപ്പുള്ള ആ 5000 അല്ല 15000 വയറുകളെ ശാന്തമാക്കി. നമ്മൾ ചുറ്റുമൊന്ന് കണ്ണ് തുറന്നു നോക്കിയ പലരും വിശന്ന് കിടക്കുകയാണ്. പിശാച് ചപ്പി ചീന്തി വെച്ച് പലരും നിത്യജീവന് വേണ്ടി വിശന്ന് കിടക്കുകയാണ്. ഒരാശ്വാസത്തിന് വിശന്ന് കിടക്കുകയാണ്. ഇപ്പൊ പിശാചിന് വളരെ ടെക്നിക്കല്ലേ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഓമന പേരി കൊണ്ടുവരുന്ന കാര്യം. അതിനെല്ലാം മറുമരുന്ന് നമ്മുടെ നസറനായ യേശുവാണ് സഹോദരങ്ങളെ. ശവപ്പെട്ടി 3 ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറേണ്ടതായിരുന്നു. പക്ഷെ ഈ 3 ശവപ്പെട്ടികളും കർത്താവിന്റെ രാജ്യത്തിന്റെ 3 എക്സ്പാൻഷനായി കർത്താവ് മാറ്റി. ഞങ്ങളുടെ ആദ്യത്തെ പ്രതിസന്ധിയായിരുന്നു മോന്റെ ക്യാൻസർ. കർത്താവ് അവിടെ സൗഖ്യമാക്കി. ഞങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ 4 സ്റ്റേറ്റിലായിട്ട് അറൌണ്ട് 150 മിഷണറീസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ 900 ഗ്രാമങ്ങളിൽ വേല സ്ഥാപിച്ചു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ബ്രോക്കൺനെസ് ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്.
അന്ന് ഞങ്ങളുടെ മൂത്ത മോക്ക് 8 മാസമേ ഉള്ളായിരുന്നു. ദേവദാസന് ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് ഇങ്ങനെ, ഞങ്ങൾ ഡൽഹിയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞങ്ങൾ വേല ചെയ്തുകൊണ്ടിരുന്നത്. ചൊറിഞ്ഞാൽ ബ്ലഡ് വരുമായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ വന്ന് CMC വന്നപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തു. ലിവർ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു രക്ഷപ്പെടത്തില്ല. ബിലിറൂബിനൊക്കെ വളരെ ഹൈ. ചൊറിഞ്ഞാൽ ബ്ലഡ് വരും, ആ രീതിയിലായി. അങ്ങനെ ഇരിക്കെ ഡോക്ടർ ഒരു വൈറോളജി ടെസ്റ്റ് CMC ചെയ്യണമെങ്കിൽ 5000 രൂപയാണ്. ഞങ്ങളന്ന് മിഷണറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് 1000 രൂപയ്ക്ക് അവർ തന്നത്. പോയി ചെന്ന് നോക്കിയപ്പോ ഹെപ്പറ്റൈറ്റിസ് Aയും Bയും ആയി കൺവേർട്ട് ആയി എന്ന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ലിവർ ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു. അന്നേരം എന്റെ മാതാവ് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടരാണ്. ഞങ്ങളുടെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. എന്റെ മോനെ യേശു ഈ ഹോസ്പിറ്റലിൽ വെച്ച് സൗഖ്യമാക്കിയെങ്കിൽ എന്റെ മരുമോനെ യേശു സൗഖ്യമാക്കും. ഞങ്ങൾക്ക് ഒരാഴ്ച ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം തരാമോ? എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ബ്ലഡ് തരാം. അങ്ങനെ എന്തോ ചെയ്തു സഹോദരിമാരെ. ഒരാഴ്ച വീട്ടിൽ ചെന്നു. ഒരു മുറിയിൽ ഞാനും അച്ഛനും, വേറെ മുറി പപ്പയും മമ്മിയും. പട്ടി മോങ്ങുന്ന പോലെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പ അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥിച്ചു വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ബ്ലഡ് കൊടുത്തു. കണ്ട് ഹെപ്പറ്റൈറ്റിസ് Aയും ഇല്ല, Bയും ഇല്ല, ഒരു നയ പൈസയുടെ മെഡിസിൻ ഇല്ലാതെ ഇറങ്ങി. അങ്ങനെയാണ് ഇവിടെ പേഷ്യൻസിന്റെ CMCയിലെ പേഷ്യൻസിന്റെ മിനിസ്ട്രി തുടങ്ങാൻ കർത്താവ് ഞങ്ങൾ മുഖാന്തരം സഹായിച്ചത്. മൂന്നാമത്തെ ഒരു വലിയ കഷ്ടതയിൽ കർത്താവ് നമ്മൾ വിട്ടില്ല. ഓരോ 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 കഷ്ടത വരുമ്പോ ഓരോ പ്രൊമോഷനാണ്. കർത്താവിന്റെ വേലയുടെ ഓരോ വ്യാപ്തിയാണ്. പക്ഷെ പിന്നെ അടുത്ത വേലയ്ക്ക് കർത്താവ് സമയമാകുമ്പോ അതിനകത്തൂടെ നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ കേട്ടത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ എന്റെ മാതാപിതാവ് വിദേശത്തോടടുത്ത് കർത്താവിന്റെ വേലയ്ക്ക് പോയ ടൈമില് ഓൾ ഓഫ് സഡൻ ആ കൺട്രിയിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതായിരുന്നു. പെട്ടെന്ന് എന്റെ മാതാവിന് ബ്രെയിൻ ഹാമറേജ് വന്നു. ഓൾ ഓഫ് സഡൻ അവിടെ കൊളാപ്സ് ആയി. അവിടുത്തെ ഹോസ്പിറ്റലിൽ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഒന്നുമില്ല. അവിടുത്തെ ഹോസ്പിറ്റലിൽ മമ്മിയെ ഓപ്പറേഷന് വേണ്ടി കയറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞ് 7 മണിക്കൂറത്തെ ഓപ്പറേറ്റിംഗ് ടേബിളിൽ തന്നെ മാതാവ് മരി. പക്ഷെങ്കിൽ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിയ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് മാതാവിനെ തൊട്ടു. ആ ഓപ്പറേഷൻ സക്സസ് ആക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ സക്സസ് ആയി, പക്ഷെ ലൈഫ് ലോങ് ഷീ വിൽ ബി പാരലിറ്റിക്. കാരണം ബ്രെയിൻ ഹാമറേജ് വരുമ്പോ ആ ബ്രെയിൻ തുറന്ന് സർജറി ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം എങ്ങനെ ആ കൈകാര്യം ചെയ്യുന്നത്. ലൈഫ് ലോങ് പാരലിറ്റിക് ആണെന്ന് പറഞ്ഞു. പക്ഷെ 4ാം പക്കം മാതാവ് കൈയും കാലും അനക്കി തുടങ്ങി. ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി തലേ ദിവസം ഇങ്ങനെ ഞാൻ അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടുമായി ഫൈനാൻസ് ആളുമായിട്ട് സംസാരിക്കുക. ഞാൻ ചോദിച്ചു മാം എത്രയായി ബില്ല്? പറഞ്ഞു 1 കോടിയോളമായി ഇന്ത്യൻ റുപ്പീസ്. ഓസ്ട്രേലിയൻ 200,000 ആയി. 1 കോടിയോളമായെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു മാം ഞങ്ങളുടെ വീടും പുരയിടവും എല്ലാം വിട്ടാലും ഞങ്ങൾക്ക് ഈ പൈസ ഇല്ല തരാൻ. അപ്പൊ പുള്ളിക്കാരത്തി എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ പുള്ളിക്കാരത്തി ഒരു ലെറ്റർ എഴുതി ഞങ്ങൾക്ക് തന്നു. ഞങ്ങള് ലിസി ജേക്കബിന്റെ എല്ലാ മെഡിക്കൽ ബില്ലും വേവ് ഓഫ് ചെയ്യുക. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. നിങ്ങൾക്ക് എന്തോ ഉണ്ടോ അത് തന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ വേവ് ഓഫ് ചെയ്യും. കർത്താവ് വിശ്വസ്തനല്ലേ. ഇവിടെ വന്നു നമ്മൾ വിചാരിച്ചു കർത്താവ് എന്താണ് ഈ അവസ്ഥ കൂടെ, സുശേഷ വേലയ്ക്ക് വേണ്ടി ഒരു കൺട്രി പോയിട്ട് എന്താണ് ഈ അവസ്ഥ കൂടെ കാണുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായത് കർത്താവിന് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു മമ്മി അവിടെ വെച്ച് ആ ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കാൻ. ഇവിടെ വന്നു. അതോടൊപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി എന്ത് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഈ വരുന്ന പേഷ്യൻസിന് വേണ്ടി ഒരു ഗുഡ് സാമരിറ്റൻ ഹോം പണിയാൻ വേണ്ടി ഒരു തുടക്കമിടാൻ കർത്താവ് സഹായിച്ചു. എന്തിന്? നമ്മുടെ ഓരോ പ്രശ്നത്തിനും കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കാരണമായത്. എന്തിന് നമ്മൾ മൂർഖത്തിൽ കൂടെ കടന്നു പോകുന്നു? There is a blessing in the breaking. ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ലോകം പറഞ്ഞു മുടിഞ്ഞു പോയി, ലോകം പറഞ്ഞു എല്ലാം തീർന്നു. പക്ഷെ കർത്താവ് പറയുന്നു നോ കുഞ്ഞ്, there is a blessing. There is a blessing. എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് രാവിലെ ഹൃദ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിന് ഞാൻ നിന്നെ നുറുക്കുന്നു, അല്ലെങ്കിൽ എന്തിന് കഷ്ടത എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് പറയുന്നത് നോ, അത് കഷ്ടതയല്ല. ദൈവം നിന്നെ വേറെ ഏതോ ബിഗ് ഒരു റെസ്പോൺസിബിലിറ്റി വേണ്ടി ദൈവം നിന്നെ തയ്യാറെടുപ്പിക്കുകയാണ്. അത് കണ്ണുനീരല്ല, അത് ഓരോ ഡിപ്പോസിറ്റാണ് നീ ചെയ്യുന്നത്. അത് വെറുതെ ഒഴുക്കുകയല്ല.
ആ ഭാരം ദൈവം നിനക്ക് തന്നിരിക്കുന്നത് വെറുതെ ഒരു ഭാരമല്ല. അത് വെച്ച് കർത്താവിന് എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയം. ഇന്ന് എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വരുന്ന ഓരോ പേഷ്യൻസും, നമ്മുടെ മീറ്റിംഗ് വരുന്ന ഓരോ പേഷ്യൻസും കർത്താവിനെ അറിയാതെ പോകുന്നില്ല. എന്നിട്ട് ഇവരെയും കൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങുന്നത്. അല്ലെ? അങ്ങനെയെങ്കിൽ ഈ ക്യാൻസർ ഞങ്ങൾക്ക് നല്ലതല്ലായിരുന്നു. ഇന്ന് അതുകൊണ്ടാണ് ദൈവം ഇന്നൊരു ജീവനുള്ള സാക്ഷിയായി ഞങ്ങളെ നിങ്ങളുടെ മധ്യ വെച്ചിരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടി നിങ്ങൾക്ക് വരുന്ന ജീവിതത്തിൽ ഓരോ കഷ്ടവും കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് മുതൽക്കൂട്ടിന് കാരണമായി തീരും. അത് എന്തും ABC എന്തുമായിക്കോട്ടെ. പക്ഷെ അത് അങ്ങനെയാ മാറാൻ പോകുന്നത്. അത് യാതൊരു സംശയം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും. ഈ വചനത്തിന് മുമ്പിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമേ. ഇത്രയും ജനത്തിന് എങ്ങനെ കഴിക്കാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ കണക്കിട്ട ശിഷ്യന്മാരുടെ മുമ്പില് കർത്താവ് 12 കൊട്ട നിരത്തി വെച്ച് കൊടുത്തു. ബാലൻസ് കിട്ടി. കർത്താവ് കണക്ക് പഠിപ്പിക്കാൻ പോകുന്നു. കർത്താവിനെല്ലാം അറിയുന്ന ദൈവം. കർത്താവിനെല്ലാം അറിയും. കർത്താവിന് വേണ്ടി ഇറങ്ങിയോ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നോ, ശേഷിപ്പ് വരും. ശേഷിപ്പ് അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ. കഴിഞ്ഞ 24 വർഷം വിശ്വാസത്തോടെ ഈ വേല ഞങ്ങൾ ഇവിടെ ചെയ്യുന്നു. പക്ഷെ ഒരു നേരം പോലും ഒരു ലാക്കിംഗ് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. കർത്താവ് ഓരോ സമയത്തും മിനിസ്റ്ററുടെ ഓരോ ആവശ്യങ്ങളും കർത്താവ് മീറ്റ് ചെയ്തു. അത് ഞങ്ങളുടെ അനുഭവത്തിലാണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്ന ദൈവദാസിമാരെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നിങ്ങളുടെ കൂടെ ഒരു സഹബടയായിട്ട് ഞാൻ ഒന്ന് പറയട്ടെ, കർത്താവ് പറയുന്നത് ചെയ്യാൻ തുടങ്ങിക്കോ. ശേഷിപ്പ് വരും. നിങ്ങൾ ചിന്തിക്കാത്ത രീതി, അത്ഭുത രീതിയിൽ ശേഷിപ്പ്. ഇതെങ്ങനെ സംഭവിച്ചത് കർത്താവ്? ദൈവം അങ്ങനെ നമ്മളെ എല്ലാരെയും സഹായിക്കട്ടെ ഈ വചനങ്ങളാണ്. പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. താങ്ക് യു. God bless you.